Dear students, next നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മൊഡ്യൂൾ 3 ആണ്. അതിലെ ഫസ്റ്റ് സെക്ഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഹൈറാർക്കി ഓഫ് സെപ്പറേഷൻ ആക്സിയംസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്കൊരു ഡെഫിനിഷനാണ്. എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു സാറ്റിസ്ഫൈ ദ ടി നോട്ട് ആക്സിയം or is said to be T naught space if given any two distinct points in X, there exists an open set which contains one of them but not the other. ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ടി നോട്ട് ആക്സിയം സാറ്റിസ്ഫൈ എന്നുണ്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ അതൊരു ടി നോട്ട് സ്പേസ് ആണെന്ന് പറയുന്നതിലെ കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏതൊരു രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻ്റ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ, ഒരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് വൺ ഓഫ് ദം ബട്ട് നോട്ട് അതർ. അപ്പോൾ ഈ രണ്ട് പോയിന്റുകളെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഒറ്റ ഓപ്പൺ സെറ്റിൻ്റെ കാര്യം പറയണം. നമ്മൾ ഒരു പോയിന്റ് ഒരു ഓപ്പൺ സെറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യം പറയാം, മറ്റൊരു നമ്മൾ പറയുന്നില്ല. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയാൻ കാരണം നെക്സ്റ്റ് ഡെഫിനിഷൻ അതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ്. So, there exists an open set which contains one of them but not the other. ഓക്കെ, ഒന്ന് കണ്ടെയ്ൻ ചെയ്തിരിക്കുക, അതിലേതെങ്കിലും ഒന്ന് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടി നോട്ട് സ്പേസ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ടി നോട്ട് സ്പേസ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, all metric spaces are ടി നോട്ട് സ്പേസ്. ഓക്കെ, another example, let tau be the topology on R whose members are phi R and all sets of the form A infinity for A belongs to R. Note that in this space for xy belongs to R with x less than y, there exists an open set containing y but not x, although there exists no open set which contains x but not y. Next ഒരു നോട്ടാണ്, a pseudometric space is a metric space if and only if it is a T naught space. ഇതൊക്കെ നിങ്ങളൊന്ന് എന്താണ് സ്യൂഡോമെട്രിക് എന്നുള്ളതൊക്കെ, മെട്രിക് സ്പേസ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു മെട്രിക് സ്പേസ് ആവുന്നത് ഇഫ് ആൻഡ് ഓൺലി ടി നോട്ട് സ്പേസ് ആണെങ്കിൽ അത് മെട്രിക് സ്പേസ് ആവുന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഡെഫിനിഷൻ, എ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു സാറ്റിസ്ഫൈ ദ ടി വൺ ആക്സിയം ഓർ ഈസ് സെറ്റ് ടു ബി എ ടി വൺ സ്പേസ് ഇഫ് for every two distinct points x and y in X, there exists an open set containing x but not y, and hence also another open set containing y but not x. ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പോയിന്റ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറയുന്നത് ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം സെപ്പറേറ്റഡ് ഫ്രം ദ അതർ ബൈ എൻ ഓപ്പൺ സെറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് ടി നോട്ട് സ്പേസിൻ്റെ കേസിൽ. ഇവിടെ പറയുന്നത് ഈച്ച് വൺ ഓഫ് ദം ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ദ അതർ ബൈ ഓപ്പൺ സെറ്റ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ടി വൺ സ്പേസ് ആണെങ്കിൽ ദർ എക്സിസ്റ്റ് എൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ബട്ട് നോട്ട് വൈ. എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ ഏത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ഇടും. അപ്പോൾ അത് വൈയുടെ കേസിലാണെങ്കിലോ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഓപ്പൺ സെറ്റ് വേണം എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റ്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ആൻ എക്സാമ്പിൾ, ഓൾ മെട്രിക് സ്പേസസ് ആർ ടി വൺ സ്പേസ്. ഓക്കെ, ഇതൊക്കെ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് നോക്കുക, ഈ എക്സാമ്പിൾസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ. നെക്സ്റ്റ് നോട്ട്, എവരി ടി വൺ സ്പേസ് ഈസ് ടി നോട്ട്. ഓക്കെ, ഡെഫിനിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ടി വൺ ആക്സിയം ഈസ് സ്ട്രിക്ട്ലി സ്ട്രോങ്ങർ ദാൻ ടി നോട്ട്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ടെക്സ്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടത്, നിങ്ങളത് റീഡ് ചെയ്തിട്ട് വേണം ഈ പാർട്ടൊക്കെ ഈ പാർട്ടിൻ്റെ ഒക്കെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് എ പ്രൊപ്പോസിഷൻ. ഫോർ എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ടോ ദ ഫോളോയിങ് ആർ ഇക്വാലൻറ്റ്. ഫസ്റ്റ് വൺ, ദ സ്പേസ് എക്സ് ഈസ് എ ടി വൺ സ്പേസ്. സെക്കൻഡ്, ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ് ദ സിംഗിൾട്ടൺ സെറ്റ് ഈസ് ക്ലോസ്ഡ്. Third, every finite subset of X is closed. And fourth, the topology tau is stronger than the cofinite topology on X. ഇപ്പോൾ ഇതിൽ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൻ്റെ ഇക്വലൻസി മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ് അതുപോലെ തന്നെ ഡെഫിനിഷൻ ഓഫ് കോഫൈനൈറ്റ് ടോപ്പോളജിയിൽ നിന്ന് കിട്ടും.
ഓക്കെ, നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഫസ്റ്റ് വി അസ്യൂം 1 holds and let x belongs to x. ഫസ്റ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദ സ്പേസ് എക്സ് ഈസ് എ T1 സ്പേസ് എന്നുള്ളതാണ്. ഓക്കെ, സോ വി വാണ്ട് ടു ഷോ ദാറ്റ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ് ദ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ഈസ് ക്ലോസ്ഡ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കാണുന്നത് എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ് ഈസ് എ നൈബർഹുഡ് ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും സിംഗിൾട്ടൺ എക്സ് ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഫോർ ലെറ്റ് വൈ ബിലോങ്സ് ടു എക്സ് മൈനസ് സിംഗിൾട്ടൺ എക്സ്, ഇതിൽ നിന്നൊരു പോയിന്റ് എടുത്തു. ഓക്കെ, ദെൻ എക്സ് ആൻഡ് വൈ ആർ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ഓഫ് എക്സ്. ഓക്കെ, ആൻഡ് സോ ബൈ T1 ആക്സിയം നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത് എക്സ് T1 സ്പേസ് ആണെന്നുള്ളതാണ്. അപ്പോൾ T1 ആക്സിയം പ്രകാരം എന്താണ്, ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് സേ V സച്ച് ദാറ്റ് y belongs to V and x does not belongs to V. Okay, but this means V subset of x minus singleton x. Okay, y belongs to V, y belongs to x minus singleton x. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് V subset of x minus singleton x എന്ന് പറയാൻ പറ്റും. And hence x minus singleton x is a neighborhood of y എന്ന് പറയാൻ പറ്റും. Okay, so x minus singleton x is open and therefore singleton x is closed in x. Okay, ഇനി നമ്മൾ സെക്കൻഡ് കണ്ടീഷൻ അസ്യൂം ചെയ്യാം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ഓഫ് എക്സ്. നമുക്ക് കാണേണ്ടത് എക്സ് T1 സ്പേസ് ആണെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അസംഷൻ ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ് ദ സിംഗിൾട്ടൺ സെറ്റ് എക്സ് ഈസ് ക്ലോസ്ഡ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെൻ എക്സ് മൈനസ് സിംഗിൾട്ടൺ വൈ ഈസ് എൻ ഓപ്പൺ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് എക്സ് ബട്ട് നോട്ട് വൈ. കാരണം അത് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർ എനി പോയിന്റ് ഇൻ എക്സ് ദ സിംഗിൾട്ടൺ ദാറ്റ് പോയിന്റ് ക്ലോസ്ഡ് എന്നാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് വൈ ആണ്. വൈ ബിലോങ്സ് ടു എക്സ്, ദെൻ സിംഗിൾട്ടൺ വൈ ഈസ് ക്ലോസ്ഡ്, സോ എക്സ് മൈനസ് സിംഗിൾട്ടൺ വൈ ഈസ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഇതിലെന്തുണ്ടാവും, ഇതിൽ എക്സ് ഉണ്ടാവും ഈ എക്സ് മൈനസ് സിംഗിൾട്ടൺ വൈയിൽ. ഓക്കെ, ദിസ് T1 axiom holds in x. കാരണം എന്താ, എക്സ് മൈനസ് വൈ is an open set, okay, which contains x ഉണ്ട് but not y by definition. So thus T1 axiom holds in x. Okay, next proposition, suppose y is an accumulation point of a subset A of a T1 space x, then every neighborhood of y contains infinitely many points of A. y എന്ന് പറയുന്ന പോയിന്റ് ഒരു T1 സ്പേസിൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു അക്യുമുലേഷൻ പോയിൻ്റാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പോയിൻറ്റിൻ്റെ എല്ലാ നെയ്ബർഹുഡ്സും എവറി നെയ്ബർഹുഡ് ഓഫ് വൈ കണ്ടെയ്ൻസ് ഇൻഫൈനറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് എ. ഓക്കെ, എൻ്റെ ഇൻഫൈനറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ പ്രൂഫ്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എക്സ് എന്ന് പറയുന്ന ഒരു T1 സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എ എന്ന് പറയുന്ന സെറ്റ്. ഓക്കെ, ഈ എയുടെ ഒരു അക്യുമുലേഷൻ പോയിൻ്റാണ് സ്മോൾ വൈ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്മോൾ വൈയുടെ ഏതൊരു നെയ്ബർഹുഡ് എടുത്തു കഴിഞ്ഞാലും അതിൽ എൻ്റെ ഇൻഫൈനറ്റ്ലി മെനി പോയിൻറ്റ്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ന് പറയുന്ന വൈൻ്റെ ഒരു നെയ്ബർഹുഡ് എടുത്തു. ഇനി നമ്മൾ ഈ നെയ്ബർഹുഡിൽ നിന്നും വൈ ഒഴിവാക്കിയ സെറ്റ്, അതാണ് n മൈനസ് സിംഗിൾട്ടൺ വൈ എന്ന് പറയുന്നത്, അതും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എഫ് എന്നുള്ള സെറ്റ് എടുത്തു. പിന്നെ നമുക്ക് കാണേണ്ടത് എഫ് ഇൻഫൈനൈറ്റ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക, എഫ് ഫൈനൈറ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എഫ് എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് സബ്സെറ്റ് നമുക്ക് കിട്ടും. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ് വേർ എക്സ് ഈസ് T1 സ്പേസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് മൈനസ് എഫ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സെറ്റാണ് കണ്ടെയ്നിങ് വൈ എന്നുള്ളത് നമുക്ക് കിട്ടും. കാരണം എഫിൽ വൈ ഇല്ല, നമ്മൾ എഫ് എടുക്കുന്നത് വൈ ഒഴിവാക്കിയ ഒരു സെറ്റാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് എഫിൽ എന്തിലുണ്ടാവും, വൈ ഉണ്ടാവും. എന്ന് മാത്രമല്ല ഇത് ഓപ്പനും ആയിരിക്കും. ഓക്കെ, ആൻഡ് സോ
n intersection x minus f will be a neighborhood of y. x minus f ഓപ്പൺ ആണ്. ഓക്കെ, y കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. n ഓൾറെഡി നെയ്ബർഹുഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനും yൻ്റെ ഒരു നെയ്ബർഹുഡ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് നെയ്ബർഹുഡ് കണ്ടെയ്ൻസ് നോ പോയിന്റ് ഓഫ് a. നമ്മളുടെ ഈ കൺസ്ട്രക്ഷൻ നമുക്ക് മനസ്സിലാവാൻ പറ്റും. ഈ വൈയുടെ നെയ്ബർഹുഡിൽ എൻ്റെ പോയിൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല, എക്സെപ്റ്റ് പോസിബിളി വൈ ഉണ്ടാവും, പക്ഷേ വേറെ പോയിൻറ്റ്സുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വൈ എടുക്കുന്നത് എന്താണ്? ഈസ് എൻ അക്യുമുലേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ്. അപ്പോൾ നമുക്കൊരു കോൺട്രഡിക്ഷനാണ് കിട്ടുന്നത്. ഓക്കെ, സോ എഫ് ഈസ് ഇൻഫൈനൈറ്റ്, ഷോയിങ് ദാറ്റ് എവറി നെയ്ബർഹുഡ് ഓഫ് വൈ കണ്ടെയ്ൻസ് ഇൻഫൈനൈറ്റ്ലി many points of a. Okay, now next definition. A space X is said to satisfy the T2 axiom. Okay, ഈ ഒരു സ്പേസിന് ഹൗസ്ഡോർഫ് പ്രോപ്പർട്ടി എന്നും പറയാനുണ്ട്, T2 axiom, അല്ലെങ്കിൽ ഹൗസ്ഡോർഫ് സ്പേസ് എന്ന് പറയാനുണ്ട് ഈ എക്സിന്. ഓക്കെ, ഓർ ഈസ് സെഡ് ടു ബി T2 space or ഹൗസ്ഡോർഫ് space if for every distinct point x comma y in x there exist disjoint open sets u v in x such that x belongs to u and y belongs to v. ഇവിടെ എന്താണ് ഡിഫറൻസ്? എക്സിൽ നിന്ന് ഏതൊരു രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാലും there exist disjoint open sets, രണ്ട് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റുകൾ ഉണ്ടാകണം യുവും വിയും സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ബിലോങ്സ് ടു വി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓപ്പൺ സെറ്റുകളെ കൊണ്ട് ഈ പോയിൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യണം, ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടി നോട്ട് സ്പേസിൻ്റെ കേസിൽ നമുക്ക് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിലത്തെ ഒരു പോയിൻ്റ് ഒരു ഓപ്പൺ സെറ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണം എന്നേ പറയുന്നുള്ളൂ. മറ്റത് ആ ഓപ്പൺ സെറ്റിൽ ഇരിക്കാനും പാടില്ല. ആ രൂപത്തിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. T1 സ്പേസിൻ്റെ കേസിലാവുന്ന സമയത്ത് നമ്മൾ ഏതൊരു രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഓക്കെ, അതിലൊരു പോയിൻ്റ് ഒരു ഓപ്പൺ സെറ്റിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കണം. ആ ഓപ്പൺ സെറ്റിൽ മറ്റുണ്ടാവാനും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിലിപ്പോൾ നമ്മൾ എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കണം. ആ ഓപ്പൺ സെറ്റിൽ വൈ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, ഇനി പിന്നെ വൈൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൈ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ സെറ്റ് ഉണ്ടായിരിക്കണം, അത് എക്സിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ ഡിസ്റ്റിങ്ക്നെസ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ T1 ആക്സിയത്തിൽ നിന്നും T2 ആക്സിയത്തിലേക്ക് വരുന്ന സമയത്ത് പറയുന്നത് എന്താ? രണ്ട് ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റുകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഈ രണ്ട് പോയിൻറ്റ്സിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് there exist disjoint open set u and v in x such that x belongs to u and y belongs to v എന്നുള്ളതാണ്. ഈ മൂന്ന് ഡെഫിനിഷൻസും ഓക്കെ വളരെ തൊറവായിട്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, കാരണം കൺഫ്യൂഷനായി പോകരുത്. ഓക്കെ, so here we have some remarks. First, every T2 space is T1 since the condition in the definitions implies that U contains X but not Y and that V contains Y but not X. Okay, the converse is false. So every T1 space is T0 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ every T2 space is T1. Okay. An infinite set with the cofinite topology is T1 but not T2. In fact, no two open sets in it are disjoint unless one of them is empty. All metric spaces are T2. The real line with the semi-open interval topology is T2 but which are not metrizable. Now, next proposition. In a Hausdorff space, limits of sequences are unique. ഒരു ഹൗസ്ഡോർഫ് സ്പേസിൽ എന്ന് വെച്ചാൽ T2 സ്പേസിൽ ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് ആർ യുണീക്ക്. സീക്വൻസുകളുടെ ലിമിറ്റുകളെല്ലാം യുണീക്ക് ആവും. അതാണ് നമുക്ക് കണ്ടത്. സോ പ്രൂഫ്, ലെറ്റ് എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ എ ഹൗസ്ഡോർഫ് സ്പേസ് എക്സ് ആൻഡ് സപ്പോസ് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആൻഡ് എക്സ് എൻ കൺവേർജസ് ടു വൈ ആസ് എൻ ടെൻഡിങ് ടു ഇൻഫിനിറ്റി. ഒരു സീക്വൻസ് തന്നെ നമ്മൾ എക്സിലേക്കും അതുപോലെ വൈയിലേക്കും കൺവേർജ് ചെയ്യേണ്ടത് കാണണം. നമുക്ക് കാണേണ്ടത് യുണീക്ക്നെസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു. ഓക്കെ, യുണീക്ക്നെസ്സിനാണ് കാണണമെങ്കിൽ നമുക്ക് എന്ത് കാണണം? യു ഹാവ് ടു ഷോ ദാറ്റ് എക്സ് ഇക്വൽ ടു വൈ എന്നാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ യുണീക്ക് അല്ലെങ്കിൽ, അതായത് എക്സ് ഈക്വൽ ടു വൈ അല്ലെങ്കിൽ ദെൻ ദർ എക്സിസ്റ്റ്
ഓപ്പൺ സെറ്റ് ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് എന്ന് പറയുന്നത് T2 സ്പേസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ് യു വി ഇൻ എക്സ് സച്ച് ദാറ്റ് ഓക്കെ എക്സ് ബിലോങ്സ് ടു യു, വൈ ബിലോങ്സ് ടു വി ആൻഡ് യു ഇൻ്റർസെക്ഷൻ വി ഈക്വൽ ടു 5. ഓക്കെ എന്ന് വെച്ചാൽ ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റുകൾ യു വി എക്സിസ്റ്റ് ചെയ്യും, കാരണം ബൈ ഡെഫിനിഷൻ ഓഫ് T2 സ്പേസ്. ഓക്കെ then there exist n1 n2 in n such that natural numbers n1 and n2 such that xn belongs to u for all n greater than or equal to n1 കാരണം xn converges to x എന്നുള്ളതാണ്. ഓക്കെ സോ there exist n1 such that xn belongs to u for all n greater than or equal to n1. ഇതിനേക്കാളും വലിയ എല്ലാ n-നും ഈ xn ഈ ഒരു യുവിലുണ്ടാവും. അതുപോലെ തന്നെ xn belongs to v for all n greater than or equal to n2. Okay, now let m be an integer greater than both n1 and n2. ഓക്കെ എം എന്ന് പറയുന്നത് ഈ n1-നേക്കാളും അതുപോലെ n1-ഉം n2-നേക്കാളും വലിയ ഒരു ഇൻറ്റീജറാണ് എം എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യും. ദെൻ എക്സ് എം ബിലോങ്സ് ടു യു ഇൻ്റർസെക്ഷൻ വി എന്ന് വെച്ചാൽ എക്സ് എം യുവിലും ഉണ്ടാവും യു വിയിലും ഉണ്ടാവും. പക്ഷേ ഇവിടെ യുവും വി എന്താണ്, ഡിസ്ജോയിൻ്റ് ഓപ്പൺ സെറ്റാണ്. ഓക്കെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടി. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാൻ പറ്റും. ഓക്കെ ആൻഡ് ദിസ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ് ഇൻ എക്സ് വെൻ ദേ എക്സിസ്റ്റ് ആർ യുണീക്ക്. ഓക്കെ നെക്സ്റ്റ് ഡെഫിനിഷൻ, എ സ്പേസ് എക്സ് ഈസ് സെറ്റ് ടു ബി റെഗുലർ at a point x belongs to x if for every closed subset C of x not containing x there exist disjoint open sets u and v such that x belongs to u and C subset of v. X is said to be regular if it is regular at each of its points. ഒരു സ്പേസ് റെഗുലർ അറ്റ് എ പോയിന്റ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോർ എവരി ക്ലോസ്ഡ് സബ്സെറ്റ് സി ഓഫ് എക്സ് നോട്ട് കണ്ടെയ്നിങ് എക്സ്, എക്സ് കണ്ടെയ്ൻ ചെയ്യാത്ത എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും ദർ എക്സിസ്റ്റ് ഡിസ്ജോയിൻറ്റ് ഓപ്പൺ സെറ്റ് യു ആൻഡ് വി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് സി സബ്സെറ്റ് ഓഫ് വി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. ഇനി എക്സ് ഇസ് സെറ്റ് ടു ബി റെഗുലർ ഇഫ് ഇറ്റ് ഈസ് റെഗുലർ അറ്റ് ഈച്ച് ഓഫ് ഇറ്റ്സ് പോയിന്റ്സ്. ഓക്കെ now next definition, a space X is said to be normal if for every two disjoint closed subsets C and D of X there exist two disjoint open sets U and V such that C subset of U and D subset of V. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ക്ലോസ്ഡ് സബ്സെറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നേരത്തെ റെഗുലറിൻ്റെ കേസിൽ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ every point can be separated from every closed subsets not containing it ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് every two mutually disjoint closed subsets can be separated from each other എന്നുള്ളതാണ്. So we have some remarks. A space is regular if every point can be separated from every closed subset not containing it, and it is normal if every two mutually disjoint closed subsets can be separated from each other. Okay. Second, an indiscrete space is regular because if X is a point not in a closed set C, then C must be the empty set and hence we can take U and V to be respectively the whole space and the empty set. Third, an indiscrete space is normal because the only way two closed subsets of it can be mutually disjoint is when one of them is empty. Next definition, a topological space is said to satisfy the T3 axiom or is said to be a T3 space if it is regular and T1. റെഗുലർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ റെഗുലറും T1 ആണെങ്കിൽ T3. അതുപോലെ തന്നെ എ ടോപ്പോളജിക്കൽ സ്പേസ് സെറ്റ് ടു സാറ്റിസ്ഫൈ T4 axiom or is said to be a T4 space if it is normal and T1. ഓക്കെ അപ്പോൾ ഒരു സ്പേസ് നോർമലും T1 ആണെങ്കിൽ T4. ഓക്കെ ഇനി റെഗുലറും T1 ആണെങ്കിൽ T3. ഓക്കെ അതുപോലെ T0 T1 T2 നമ്മൾ ഡിസ്കസ് ചെയ്തു. T2നെ നമ്മൾ ഔട്ട്ഡോർ സ്പേസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസും അതുപോലെ തന്നെ എല്ലാ റിസൾട്ട്സുകളും
വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.